സ്വർണ്ണവിലയിൽ വലിയ ചാഞ്ചാട്ടമാണ് കാണുന്നത്. പവന് 1 ലക്ഷത്തിന് താഴേക്ക് എത്തിയ വില വൻ കുതിപ്പ് നടത്തുമെന്ന് സാമ്പത്തിക വിദഗ്ധർ. വർഷാവസാനത്തോടെ സ്വർണ്ണത്തിന് $6000 എന്ന നിലവാരം തൊടും. അങ്ങനെ പവൻ വില 2.2 ലക്ഷവുമാകും. അതായത് ഇന്നത്തെ വിലയിൽ നിന്ന് 1.15 ലക്ഷത്തിന്റെ വർധനവുണ്ടാകും. സ്വർണ്ണവിലയിൽ വീണ്ടും കുതിപ്പ് സംഭവിക്കുന്നു. സ്വർണ്ണവിലയിലെ ചാഞ്ചാട്ടം ശരിക്കും ആഭരണ പ്രേമികൾക്ക് നെഞ്ചിടിപ്പേറ്റുന്ന ഒന്ന് തന്നെയാണ്. ശരിക്കും പറഞ്ഞാൽ ആഭരണ പ്രേമികളെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചിരിക്കുകയാണ് ഈ സ്വർണ്ണവിലയിലെ മുന്നേറ്റം. കഴിഞ്ഞ ദിവസങ്ങളിൽ 98,000 രൂപയിലേക്ക് പവൻ വില ഇടിഞ്ഞതോടെ ഇനിയും വില ഇടിയുമെന്ന ആശ്വാസത്തിലായിരുന്നു പലരും. എന്നാൽ ഇനി എന്താകും സ്വർണ്ണവിലയെന്ന് പറയാനാകാത്ത അവസ്ഥയാണ് ഇപ്പോഴുള്ളത്. പശ്ചിമേഷ്യയിൽ സമാധാന ചർച്ചകൾ പുരോഗമിക്കുന്നുവെന്ന വാർത്തകളെ തുടർന്ന് ക്രൂഡ് ഓയിൽ വില താഴ്ന്നതും പണപ്പെരുപ്പ ഭീഷണി അകലുമെന്ന വിശ്വാസം വർദ്ധിപ്പിച്ചതുമാണ് രാജ്യാന്തര വിപണിയിൽ ഇപ്പോൾ സ്വർണ്ണവിലയിലെ നിരക്കുകളിൽ മാറ്റം വരാൻ കാരണം. ഇതിന്റെ പ്രതിഫലനമാണ് ആഭ്യന്തര വിപണിയിലും കാണുന്നത്. നിലവിൽ 1 ഔൺസ് സ്വർണത്തിന്റെ വില $4,550 മുകളിലാണ്. എന്തായാലും പവൻ 1 ലക്ഷത്തിന് താഴേക്കെത്തിയ വിലയിൽ നിന്നാണ് ആഗോള വിപണിയിലെ കയറ്റം കൊണ്ട് സ്വർണ്ണവില കുതിച്ചു പാഞ്ഞത്. യുദ്ധം കൊടുമ്പിരി കൊള്ളുകയാണെങ്കിൽ സ്വർണം ഇനിയും ഇടിയുമെന്നായിരുന്നു പ്രതീക്ഷ. എന്നാൽ ചില നിക്ഷേപക വിദഗ്ധർ ദീർഘകാലാടിസ്ഥാനത്തിൽ മറ്റു ചില നിർണായക പ്രവചനങ്ങളും നടത്തുകയാണ്. നിലനിൽക്കുന്ന ഭൗമരാഷ്ട്രപരമായ അപകട സാധ്യതകളും ശക്തമായ സെൻട്രൽ ബാങ്ക് ഡിമാൻഡും ദുർബലമായ US ഡോളറുമെല്ലാം ഈ സ്വർണ്ണവിലയിലെ കുതിപ്പിന് പിന്തുണ നൽകുന്നുണ്ടെന്നാണ് പറയുന്നത്. കൂടാതെ ആഗോള സ്വർണ്ണവില ഔൺസിന് $10,000 ആകുമെന്ന പ്രവചനത്തിൽ തങ്ങൾ ഉറച്ചു നിൽക്കുന്നുവെന്നാണ് ചില വിദഗ്ധരും സൂചിപ്പിക്കുന്നത്. അതേസമയം ഇപ്പോൾ രേഖപ്പെടുത്തുന്ന സ്വർണ്ണവില ശരിക്കും പറഞ്ഞാൽ ആശ്വാസകരമാണെന്നാണ് പറയുന്നത്. കാരണം വർഷാവസാനമാകുമ്പോഴേക്കും സ്വർണ്ണവില 2 ലക്ഷത്തിലേക്ക് എത്തുമെന്ന് തന്നെയാണ് ഇപ്പോഴുമുള്ള പ്രവചനങ്ങൾ. വർഷാവസാനത്തോടെ സ്വർണത്തിന് $6,000 എന്ന നിലവാരം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. കൂടാതെ നിരന്തരമായ ഭൗമരാഷ്ട്രീയ അനിശ്ചിതത്വം തുടരുന്ന സെൻട്രൽ ബാങ്ക് ഡിമാൻഡ്, ഏഷ്യൻ ഗോൾഡ് ETF നിക്ഷേപകരിൽ നിന്നുള്ള നിരന്തരമായ ഒഴുക്ക് ഇവയെല്ലാം സ്വർണത്തിന് കൂടുതൽ ബലം നൽകുന്നുണ്ട്. കൂടാതെ കഴിഞ്ഞ ദിവസങ്ങളിൽ 4 തവണയെല്ലാം സ്വർണ്ണവില കുറയുന്നുണ്ടായിരുന്നു. ഏകദേശം 7,000 രൂപയുടെ ഇടിവാണ് സംഭവിച്ചത്. അങ്ങനെ പവൻ വില 99,480 എത്തി. എന്നാൽ ഇറാനുമായ സംഘർഷത്തിൽ താൽക്കാലിക വിരാമമാകുമെന്ന ട്രംപിന്റെ പ്രഖ്യാപനം ക്രൂഡ് ഓയിൽ വില താഴാൻ കാരണമായി. പിന്നാലെ സ്വർണം കുതിച്ചുകയറി. ഇതോടെ സ്വർണം വീണ്ടും 1 ലക്ഷത്തിന് മുകളിലേക്ക് എത്തി. ഇപ്പോൾ വലിയ മുന്നേറ്റം തന്നെയാണ് കാഴ്ചവെക്കുന്നത്. അതായത് ഈ പോക്കുപോയാൽ സ്വർണ്ണവില എന്തായാലും 2 ലക്ഷം കടക്കുമെന്ന് തന്നെയാണ് പ്രവചനം. സ്വർണത്തിന് ഔൺസിന് $10,000 ആയാൽ കേരളത്തിൽ സ്വർണം ഗ്രാമിന് 29,400 രൂപയും പവൻ വില 2 ലക്ഷത്തിന് മുകളിൽ എത്തുമെന്ന് തന്നെയാണ് കണക്കുകൂട്ടൽ. എന്തായാലും ഇന്നത്തെ വിലയിൽ നിന്ന് 1,10,000 രൂപയുടെ വർധനവാണ് പ്രതീക്ഷിക്കുന്നത്. നിലവിലുള്ള സ്വർണ്ണവിലയുടെ കുതിപ്പ് ശരിക്കും പറഞ്ഞാൽ ഈ കണക്കുകൾ ശരിവെക്കുന്ന രീതിയിലാണ് മാറുന്നത്. ബിസിനസ് ഡെസ്ക്, സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.